ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. നാളെയാണ് ഏവരും കാത്തിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ഏകാദശിയുടെ പ്രാധാന്യങ്ങൾ നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. ക്ഷീരസാഗരത്തിൽ അനന്തശായിയായി പള്ളി കൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മി ദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യ ദിനമാണ് ഗുരുവായൂർ ഏകാദശി ദിനം. മറ്റൊരു പ്രാധാന്യം നോക്കുകയാണെങ്കിൽ ഭഗവത്ഗീത അർജുനന് ഭഗവാൻ ഉപദേശിച്ച മഹാപുണ്യ ദിനം. പിന്നെ ദേവേന്ദ്രൻ സുരഭിയുമായി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരത്തി ഗോവിന്ദാഭിഷേകം നടത്തിയതും ഈ ഏകാദശി ദിനത്തിലാണ്. അദ്വൈതാചാര്യനും ശൈശവാവതാരവുമായ ആദിശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാകർമ്മങ്ങൾ ഇന്ന് കാണുന്ന വിധം ചിട്ടപ്പെടുത്തിയതും ഗുരുവായൂർ ഏകാദശി എന്ന ഈ പുണ്യമായ ദിനത്തിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾ ഒന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹിക്കാൻ പുറത്തിറങ്ങുന്ന മഹാപുണ്യ ദിനം കൂടിയാണിത്. ഭക്തോത്തമന്മാരായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്, പൂന്താനം ശ്രീ ശങ്കരാചാര്യ സ്വാമി, കുറൂരമ്മ, വില്ലുമംഗലം സ്വാമികൾ തുടങ്ങിയവർക്കെല്ലാം ഭഗവത് ദർശനം ലഭിച്ചതും ഈ ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണ്. ഗുരുവായൂരിലെ സമസ്ത ചരാചരങ്ങളിലും വൈഷ്ണവ ചൈതന്യം അനുഭവപ്പെടുന്നതും ഈ ദിവസത്തിൽ ആണ്. ഏകാദശി വ്രതം എടുക്കുമ്പോൾ അതിൽ പൂർണ്ണ ഉപവാസം നടത്തുന്നവരും ഭാഗിക ഉപവാസം നടത്തുന്നവരും ഉണ്ട്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയ മഹാപുണ്യ ദിനമാണ് ഏകാദശി ദിനം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ശിഷ്യഗണങ്ങളുമായി ഗുരുവായൂരിലെത്തി സംഗീത ആരാധന നടത്തിയതും ഈ ദിവസം തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾ ഒഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്നതും ഈ ദിവസത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ ദിനവും ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണ്. ഭക്തജനങ്ങളുടെ ആരാധനാപാത്രമായ ഗജരത്നം ഗുരുവായൂർ കേശവൻ്റെ അന്ത്യദിനവും ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണെന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ചതും ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണ്. ഗുരുവായൂർ ഏകാദശി മഹത്വം ഉൾക്കൊണ്ട് കൃത്യനിഷ്ഠയോടെ വ്രതാനുഷ്ഠാനങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുന്നവർക്ക് ഭഗവത് ദർശന സൗഭാഗ്യമുണ്ടാകുന്നതും ഈ ഗുരുവായൂർ ഏകാദശിയുടെ പ്രത്യേകതയാണ്. ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കുന്നവർ പല രീതിയിൽ വ്രതം എടുക്കാറുണ്ട്. പൂർണ്ണ ഉപവാസത്തോടെ അല്ലെങ്കിൽ ഭാഗിക ഉപവാസത്തോടു കൂടിയും വ്രതം എടുക്കാൻ സാധിക്കും. ഏത് രീതിയിൽ വ്രതം എടുത്താലും വ്രതം എടുക്കുന്ന ആളുടെ മനഃശുദ്ധിക്കും പ്രാർത്ഥനയ്ക്കുമാണ് പ്രാധാന്യമുള്ളത്. ഏകാദശി ദിനത്തിൽ പറ്റുമെങ്കിൽ ഒരു തവണയെങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു. അതുപോലെ തന്നെ 108 തവണ ഓം നമോ നാരായണായ എന്ന നാരായണ മന്ത്രം ജപിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏകാദശി വ്രതം നോൽക്കുന്നതും ഏകാദശി ദിവസം ഈ പറഞ്ഞ നാമങ്ങൾ ജപിക്കുന്നതിലൂടെയും ഐശ്വര്യവും സംതൃപ്തിയും സുഗമവും സന്തോഷവും നിറഞ്ഞ ഒരു സുന്ദരമായ ജീവിതവും ലഭിക്കും എന്നാണ് വിശ്വസിച്ച് വരുന്നത്. ഏവർക്കും ഏകാദശി ദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. നാരായണ നാമങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു.